കേൾക്കോ ഇത്? അമ്മയുടെ യോഗത്തിൽ നടത്തിയ ചില പരാമർശങ്ങൾക്കെതിരെ വ്യാപകമായ ഒരു പ്രതിഷേധം പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ജോലിയല്ലേ. ഇപ്പൊ എന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുക, രസിപ്പിക്കുക, അതോടൊപ്പം കൊല്ലം നിയോജക മണ്ഡലത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുക, അത്രേ ഉള്ളൂ. അല്ല ഒന്നുമില്ല. അത് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അന്ന് വികാരത്തിന്റെ പുറത്തൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും ഒരു വാക്കോ വാചകമോ മോശമായിട്ട് പറഞ്ഞു, ഒരു വാക്ക് പറഞ്ഞു ഇല്ലല്ലോ. പിന്നെ അതൊന്നും ചോദിക്കണ്ട. അതൊന്നും ആ വിഷയം നമ്മൾ സംസാരിക്കുന്നില്ല. പൊൻകുന്നം വർക്കി സാറിനെ കുറിച്ച് ചോദിക്കും, നമുക്ക് പറയാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്, അത്രേ ഉള്ളൂ. അതെല്ലാം കോടതിയിലാണ്. അതൊന്നും നമ്മൾ പറയാൻ പാടില്ല. നിങ്ങൾ എന്നെ അതിനകത്ത് വലിച്ചഴക്കരുത്. കോടതിയിലും ഈ നാട്ടിൽ പോലീസുണ്ട്. പോലീസ് ശരിയായിട്ടുള്ള വഴിയിൽ പോകുന്നെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കോടതിയിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതിനകത്ത് കയറിയിട്ട് വഴിതെറ്റിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും പറയേണ്ട ആവശ്യമില്ല. അത് കോടതി അലക്ഷ്യമാണ്, അത് തെറ്റാണ്. അവർ ഒരു ആശങ്കയില്ല. അവിടെ വന്നിട്ട് ഏറ്റവും നല്ല പ്രസംഗിച്ചതും ഏറ്റവും കൂട്ടായ്മയായിട്ട് നിന്ന അവരാണ്. അപ്പം പിന്നെ അവരെ ഒന്ന് പിടിച്ച് വലിച്ചഴക്കേണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ ഗവൺമെന്റിന്റെ ഭാഗമാണ്. അന്വേഷണത്തിന് തൃപ്തനല്ലെങ്കിൽ എനിക്ക് പറയാമല്ലോ, തൃപ്തനാണ്. തീർച്ചയായിട്ടും. പേര് പറയരുത് കേട്ടോ, പള്ളിക പറഞ്ഞാൽ മതി.